ഹായ് ഗായ്സ്, അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു മോർണിംഗ് ടു നൈറ്റ് വരെ ഉള്ളൊരു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഫുള്ളായിട്ട് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് തന്നെ. അപ്പം പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ഡിസംബർ 18 നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ട്, അന്നേരം അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകുന്നതെന്ന്. അപ്പം ഈ ഒരു ഡേറ്റ് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടവും ഒരു മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു ദിവസമാണ് ഈ ഒരു ഡേറ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ മരണം വരെ ഞാനത് മറക്കത്തുമില്ല. ചില ആൾക്കാരെ ആ ഒരു സമയത്ത് ഓർമ്മിക്കുകയും ചെയ്യും. ഒരുപാട് സങ്കടവും ഉണ്ട് കേട്ടോ ആ ഒരു സമയത്ത്. ഈ ഒരു ഡേറ്റിൽ ഇപ്പോഴും ആ ഒരു സങ്കടത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. അപ്പോൾ അതെന്താ കാരണമെന്ന് ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പം രാവിലെ അരിയടപ്പത്തൊക്കെ ആക്കിയിട്ടുണ്ട്. കുക്കറിനകത്ത് ആട്ടോ ചോറ് വെക്കാൻ എടുത്ത്. പിന്നെ ഇന്ന് പച്ചക്കറി സാധനങ്ങളൊന്നും കിടപ്പില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഒരുവിധം എങ്ങനെയും തട്ടിക്കൂട്ടലാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഉരുളൻകിഴങ്ങ് ഇടുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടാൻ വേണ്ടി എടുത്തു. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോളയും കൂടി അരിഞ്ഞിട്ട് ഒരു പച്ചമുളകും കീറി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് അടുപ്പത്താക്കി കേട്ടോ. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ നേരെ വന്നത് ദാ ഇങ്ങോട്ടാട്ടോ, ഈ ചേമ്പിൻ്റെ ഇല കണ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ വിത്തിൻ്റെ ചേമ്പല്ല കേട്ടോ, ഇത് തോരൻ വെക്കുന്ന ടൈപ്പ് ചേമ്പാണ്. ഇത് കണ്ടിച്ചിട്ട് തണ്ടോടെ നമുക്ക് കണ്ടിച്ചെടുത്താൽ അതിനകത്ത് ഇലയും തണ്ടും ഒക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചീര എങ്ങനെ വെക്കുന്നു അതേപോലെ വെക്കാനും പറ്റും, അതേപോലെ ടേസ്റ്റും ഒക്കെ കേട്ടോ. അടിപൊളി ടേസ്റ്റൊക്കെയാണ്. ഇത് നേരത്തെ ഞാൻ അമ്മ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കുഴിച്ച് വെച്ചാണ്. അതെന്തായാലും കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് നല്ല പിന്നെ ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും അടിപൊളിയാണ്. അതിനകത്ത് എന്തൊക്കെയോ അടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഇതിനകത്തൊരു നാര് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഈ ചീരത്തണ്ടിനകത്ത് വരുന്നത് പോലെ തന്നെയുണ്ട്. അത് നമ്മളിങ്ങനെ ആ ഇലയിൽ നിന്നും ആ നാരിങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ ഇരിഞ്ഞ് വന്നോളും. അത് കഴിഞ്ഞിട്ട് ചീരത്തണ്ടും കൂടെ ഒക്കെ അരിഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് കുറച്ച് തേങ്ങ അതിനകത്ത് ഇടണം. മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇച്ചിരി തേങ്ങ കൂടെ തിരികെ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി അടിപൊളിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കിട്ടിയവന് ഈ കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ആ മനുഷ്യൻ കഴിക്കും കേട്ടോ. എപ്പോഴും പറയും ഈ കിഴങ്ങിൻ്റെ കറി വെച്ചാൽ കിഴങ്ങ് ഇത് വെച്ചാൽ അങ്ങനെയൊക്കെ പറയും. കിഴങ്ങിനകത്ത് ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ ഈ മനുഷ്യന്. കാരണം മിക്കപ്പോഴും കിഴങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ പിന്നെ കിഴങ്ങിന് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ സമയവും പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ രസമായിരുന്നു ഇന്ന് വെച്ചിരുന്നത്. അങ്ങനെ രസം ആക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അങ്ങനെ പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇന്നത്തെ ഒരു രസം എന്ന് വെച്ചാൽ എൻ്റെ ചിറ്റയുടെ സ്പെഷ്യൽ രസമാണ് കേട്ടോ. അടിപൊളി രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഇന്ന് അതിന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കുന്ന സമയം കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനതൊരു സെപ്പറേറ്റ് രസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ളായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കുറേ പഴയ വീഡിയോസ് അതൊക്കെ നമുക്ക് കിടപ്പുണ്ടായിരുന്നു ബ്ലോഗ് എടുത്തതിൻ്റെയൊക്കെ. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോസും കൂടെ കുറേയൊക്കെ ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ടാട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പിന്നെ സമയം പോയി. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അതും കുറേ പോയി. പിന്നെ തോരന് ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞൻ ഓടിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഞാൻ ചപ്പാത്തി ഇവിടെ നീ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ. അങ്ങനെ കുഞ്ഞൻ നിന്ന് സലാഡ് മതി എന്ന് പറഞ്ഞ് ചപ്പാത്തിയുടെ കൂടെ കുറേ ദിവസം കൊണ്ട് പറയുന്നു കേട്ടോ. ഇങ്ങനെ സലാഡ് ഉണ്ടാക്കി എന്തോ ഇൻസ്റ്റയിലെങ്ങാണ്ട് കണ്ടതാണ്. ചപ്പാത്തിയിലൂടെ സലാഡ് കഴിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഉള്ളിയും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഞെരടിയാൽ മാത്രം മതി കേട്ടോ. അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സലാഡും കൂടെയൊക്കെ ആക്കിയിട്ട് പിന്നെ എടുത്ത് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞിന് ആ സമയം കൊണ്ട് ചപ്പാത്തി എനിക്ക് ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് വന്ന് ഞാൻ ഫുഡെല്ലാം പാത്രത്തിലാക്കിയെടുത്ത് കുഞ്ഞ് ഡപ്പ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്താണ് ഞാൻ രസം ഒഴിച്ചു കൊടുത്തത്. ഇത് നമ്മൾ നെയ്യ് മേടിക്കുമ്പോൾ കിട്ടത്തില്ലേ ആ ടൈപ്പ് ഡപ്പ കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കഴുകി വെച്ചേക്കും. ഇതൊട്ട് നമുക്ക് ഒഴിച്ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്താക്കി കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ
ഇതെല്ലാം ആക്കി ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് കുഞ്ഞിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു കേട്ടോ. അവൻ്റെ പറയുന്ന സമയമായി ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങനെ ഇറങ്ങി. പിന്നെ ബാഗ് കൊണ്ടിട്ട് കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് പിന്നെ കഥ ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കും അങ്ങ് എത്തുന്നവരെ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനിക്കേടാണെന്നേ. അങ്ങനെ പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ട് പിന്നെ കയറി വന്നു. ഇനി ഒരു ജോലിയുണ്ട് കേട്ടോ. കണ്ടോ ഇവനെ കിടക്കുന്ന കണ്ടോ? ഇന്നലെ പുറത്തായിരുന്നു നമുക്ക് ഭയങ്കര ശല്യം എലിയുടെ. ഇപ്പം അകത്തും കയറാൻ തുടങ്ങി കേട്ടോ. അകത്ത് കയറി അവിടെ ഇരുന്നതെല്ലാം കടിച്ച് നശിപ്പിച്ച് നനാവിധമാക്കി. അങ്ങനെ അത് ഞാൻ പുറത്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കുറേ എലി സ്നേഹികളുണ്ട്, ഇതൊക്കെ ഒന്ന് കാണണം കണ്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് അത് സെപ്റ്റി ടാങ്കിൻ്റെ സൈഡിൽ കൂടെ വലിയ നീളത്തിൻ്റെ ഒരു ഗുഹയല്ലല്ലോ മറ്റേ എന്താ പറയുക, ഗുഹ പോലെ ആക്കി വെച്ചേക്കാണ്. ഇങ്ങനെ അങ്ങറ്റം വരെ ഹോളാക്കി വെച്ചേക്കാണ്, നല്ല കുഴിച്ച് താത്ത്. ഞാൻ പിന്നെ എന്താ മണ്ണെല്ലാം അത് പൊക്കി ഇട്ടേക്കാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ദ്വാരം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ അതെല്ലാം കുഴിച്ച് താഴോട്ട് മണ്ണ് ഇടിച്ചിറക്കുമായിരുന്നു. എന്നിട്ട് ചവിട്ടി ഉറപ്പിച്ചില്ല റെഡിയാക്കി. നടുവേദന എടുത്തിട്ട് വയ്യപ്പ ഈ ഒരു പരിവായി അതെല്ലാം ആക്കി എടുത്തപ്പോഴത്തേക്ക് കേട്ടോ. എന്ത് പാടുവിട്ടെന്നറിയാമോ ഞാൻ അങ്ങനെ ആക്കിയെടുക്കാൻ. കുറേ എലി സ്നേഹികളുണ്ട്, എല്ലാത്തിനെയും കൂടെ ഞാൻ വാരിപ്പറക്കി ഒന്നും കെട്ടി ഞാൻ തരുന്നുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ആ അഡ്രസ്സിലോട്ട് ഞാൻ ഈ എലികളെയൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും. ഭയങ്കര സ്നേഹമാണല്ലോ. ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിനെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇപ്പോഴും അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താപ്പാ നിങ്ങളൊക്കെ ഇങ്ങനെ എലികളെയൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് അങ്ങ് വളർത്തി അങ്ങ് വെച്ചാൽ മതിയോ? വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചാൽ അതും വല്ലവരുടെയും വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു വീട് റെൻറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ വീട്ടിൽ എന്തെങ്കിലും നശിച്ചു പോവുകയാണെങ്കിൽ നമ്മളാണ് ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് ക്യാഷ് മുടക്കാൻ അതിന് വേണ്ടിയൊന്നും ഇല്ലപ്പോൾ. ഇതുകൊണ്ട് ഓരോ കാര്യങ്ങൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവിലും കാര്യങ്ങളും തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇനി ബാക്കിയുള്ള സാധനങ്ങൾക്ക് കൂടെ കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ട് ഈ സാധനത്തിന് ഞാൻ കണ്ണി കാണുവാണെങ്കിൽ ഞാൻ എന്നെ കൊതിരിക്കും, അത് ഉറപ്പാണ്. അതിനൊരു മാറ്റവും വരത്തില്ല. പിന്നെ ഞാൻ അവിടെ തൂക്കുന്ന സമയത്താട്ടോ ഈ വലിയ കുഴിച്ചിട്ടേക്കുന്നത് കണ്ട. പിന്നെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി മിറ്റമെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ തുണി കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുക്കിയൊക്കെ വെച്ചിട്ട് പിന്നീട് വന്നിട്ടാട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തി അന്നേരം ചുട്ടെടുത്തു. നല്ല പൊങ്ങി വന്നു കേട്ടോ. പൊങ്ങി അത് പൊങ്ങി വന്നിരുന്ന അവസാനം ഒരു സൈഡ് കരിഞ്ഞു പോയി. പിന്നെ ഞാൻ അത് മറ്റേ സലാഡൊക്കെ ആയിട്ട് റോളാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കട്ടനൊക്കെ കൂടി ഇട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു. സലാഡ് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിനകത്താണെങ്കിൽ കുറച്ച് നല്ല കട്ടിയാണ്. നമ്മൾ കുറച്ച് നല്ല വെള്ളമൊന്ന് കറി കഴിച്ചിട്ട് കഴിക്കുമ്പോൾ കുതിർന്ന് കിട്ടത്തില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ വേറെ പാക്കറ്റാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് രസമൊക്കെ ഒഴിച്ചു ചെറിയൊരു പാത്രത്തിലോട്ടൊക്കെ ആക്കി പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസംബർ 18 എൻ്റെ കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റിയ ഒരു ദിവസമായിരുന്നു. ഇന്ന് 2ാമത്തെ വർഷം കേട്ടോ. ഇന്ന് ആകുമ്പോൾ 2 വർഷമാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയമായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിന് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ആ ഒരു മണിക്കൂറിലകം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. ദൈവം സഹായിച്ച് എൻ്റെ കുഞ്ഞിന് ആക്സിഡൻ്റ് ആയ ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ആംബുലൻസ് അതിൽ കൂടെ എങ്ങനെയോ വന്നു. ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം തന്നെ ആയിരിക്കാം. അങ്ങനെ പെട്ടെന്ന് ആംബുലൻസിനകത്ത് കയറ്റി ഹോസ്പിറ്റലാക്കി. അവിടെ ചെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒറ്റൊരു നോട്ടേ നോക്കിയോളൂ കേട്ടോ. ഞാൻ അവിടെ ബോധം കെട്ട് വീണു. എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. കാരണം എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ആരൊക്കെയോ ചേർന്ന് പെട്ടെന്ന് എന്നെയും കൂടെ പിടിച്ച് കുഞ്ഞൻ കിടക്കുന്നതിന് തൊട്ട് അപ്പുറത്തെ ബെഡിൽ കിടത്തി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് കേട്ടോ. ഞാൻ കിടന്നു പോയ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പിന്നെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടി പിടച്ച് പിന്നെ എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കണ്ട സഹിക്കത്തില്ല, ആ ഒരു രീതിയിലാണ്. പുറമേ നോക്കിയാൽ വലിയ പരിക്കായിട്ട് തോന്നില്ല, പക്ഷെ ഉള്ളിൽ അത്രയും പരിക്കുകളുള്ളത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാട്ടോ അറിയുന്നത്. ഇവിടുന്ന് കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ കായംകുളത്ത് നിന്ന് നേരെ നമ്മൾ കൊല്ലത്ത് വന്നു. കൊല്ലം ആശ്രമത്തിൽ വന്നു. ആശ്രമം ഹോസ്പിറ്റലുണ്ട് അവർക്കിടെ തന്നെ. ESA ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്നപ്പോഴാണ് കാലിൻ്റെ ഒരു പരുവം അറിയുന്നത് തന്നെ. കാലിനകത്ത് എല്ലുകളൊക്കെ പൊടിഞ്ഞു പോയൊരവസ്ഥയായിരുന്നു. പൊടിഞ്ഞു പോയിട്ട് ഒരു 8 പീസായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് നേരെ NS വന്നു. NS വന്നിട്ട് അവിടെ നമ്മൾ കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു അവർ ശരിയാക്കി തരാം, ബട്ട്
ചിലപ്പോൾ ഒരു എന്തുപോലെ വരാം എന്നുള്ള രീതി പറഞ്ഞു. നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കേട്ടപ്പോൾ ശരിക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ ആയിപ്പോയി. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പിന്നെ 1-2 ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നീട് നമ്മൾ നേരെ SP ബോർഡിലോട്ടാട്ടോ പോകുന്നത് ട്രിവാൻഡ്രത്ത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു സൈഡ് മൊത്തം പോയി കിടക്കുകയാണെന്ന്. ഇടുപ്പെല്ലാം 2 പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നട്ടിൻ്റെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടിൻ്റെ ഭാഗത്തും പൊട്ടലുണ്ട്. പിന്നെ കാലിൻ്റെ ആ ഭാഗത്ത് പൊടിഞ്ഞു കിടക്കുന്ന അസ്ഥികൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ സഹിക്കത്തില്ല. അത്രയ്ക്ക് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാലിന് ജോയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റും അതേപോലെ പോയി. ജോയിൻറ്റിന് ഇനിയും ഒന്നും ശരിയാക്കാൻ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ഒരു കമ്പി ഇട്ടേക്കുന്നത് കൊണ്ട് ഇനി ഒന്നും ജോയിൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് മൂവ്മെൻ്റ് ഇല്ല. ഇത്രയൊക്കെ ആയല്ലോ. അപ്പോൾ ഒരു കാറും ബൈക്കും കൂടെ ഉള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കാറിൽ വന്ന ആൾക്കാർ മലപ്പുറത്തുള്ള ആൾക്കാരാണ്. അവർ കൊണ്ടുവന്ന് ഇടിച്ച ആ സ്പോട്ടിൽ തന്നെ അവരുടെ വീല് പോലും പൊട്ടി പഞ്ചറായിപ്പോയി. അപ്പോൾ എത്രത്തോളം ഇതിലാണ് അവർ വന്ന് ഇടിച്ചതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അവർ നമ്മളെ ഒരു വട്ടം പോലും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇന്നവരെ ശപിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു വേദനയിൽ ഞാൻ ശപിച്ച് പോയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം അവർ ഇന്നവരെ നമ്മളെ വിളിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവർ നമ്മളെ വിളിച്ചില്ല. ഒരു പോലീസിൻ്റെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോവുകയും ചെയ്തു. ഇപ്പം എന്നിട്ട് അവർ അവിടെ ആംബുലൻസ് ഡ്രൈവറോട് അങ്ങോട്ടായിരുന്നു പറഞ്ഞിരുന്നത്, ഇത് വിട്ട് അവിടേക്കടുത്ത് എറണാകുളത്ത് വരുവാണെങ്കിൽ ഞങ്ങൾ ചികിത്സിച്ചോളാം, ഞങ്ങൾ കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ ഞങ്ങളിങ്ങോട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത്രയും വേദന സഹിച്ച് എൻ്റെ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന സമയത്ത് ഞങ്ങൾ കൊണ്ടുവരുന്ന ഓടുകയാണ്. ഏത് ഹോസ്പിറ്റലിൽ എവിടെ കാണിക്കണമെന്ന് പോലും അറിയാതെ. എന്നിട്ട് നമ്മൾ ഇത്രയും വേദന, ആ മനുഷ്യന് വേദന കൊണ്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്നേരം നമ്മൾ എറണാകുളം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കാണിച്ചു. അതിനുശേഷം ഇന്ന് വരെ അവർ ഒരു വട്ടം പോലും, 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് അവർ ഒരു വട്ടം പോലും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പോലും ചോദിക്കാത്ത, ശരിക്കും പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ തന്നെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളൊന്ന് പറ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ഒരു വട്ടം പോലും ഒന്ന് വിളിച്ച് ചോദിക്കില്ല. അവിടെ സഹായിച്ചില്ലേലും വേണ്ടില്ല, ഒന്ന് വിളിച്ച് പോലും ചോദിച്ചിട്ടില്ല. അത്രയ്ക്കാണ്. പിന്നെ ഈ ഒരു സംഭവം നടന്നിട്ട് പിന്നെ കുറേ പഠിച്ചിട്ടോ ഞാൻ. ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരെയും മനസ്സിലാക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ഈ ഒരു സമയം. പലരും മാറുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാറില്ലേ? ചിലപ്പോൾ ഓരോരോ അനുഭവം വരുമ്പോൾ മാറും, പക്ഷെ ഒരിക്കലും മാറില്ല എന്ന് എനിക്ക് തെളിയിച്ച് തന്നിട്ടോ പലരും. ചില ആൾക്കാർ നമ്മളോട് സ്നേഹം നടിച്ച് നിൽക്കത്തില്ലേ, അതായത് പുറമേ മറ്റുള്ളവർ നോക്കുമ്പോൾ അയ്യോ അവരെന്നാ സ്നേഹം, അവരെന്തൊരു സ്നേഹമാണ് അങ്ങനെയാണെന്ന് ഇങ്ങനെ പറയും. അതിന് പറയിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. അതിനുശേഷം പക്ഷേ നമ്മളോട് ആ ഒരു സ്നേഹം ഉണ്ടോ? ഒരിക്കലുമില്ല, അഭിനയങ്ങൾ മാത്രമാണ് എന്ന് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മാറും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും മാറത്തില്ല എന്ന് തന്ന ഒരു സമയം കൂടായിരുന്നു ഈ ഒരു സമയം. അതുകൊണ്ട് പലരുടെ സ്വഭാവങ്ങളും മനസ്സിലായി. ഇനി ഒരിക്കലും മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് ആ പ്രതീക്ഷകളെല്ലാം ഞാൻ വിടുകയും ചെയ്തു കേട്ടോ. ഇനി എനിക്കിങ്ങനെ അഭിനയിച്ച് എന്നോട് സ്നേഹം നടിച്ച് നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. ദൈവം അങ്ങനെ കഴിവാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ ഞാനും അതേപോലെ നിൽക്കും കേട്ടോ. അവർ കാണിച്ചോട്ടെ, അവർക്ക് ചിലപ്പോൾ അതായിരിക്കും സംതൃപ്തി ആവുന്നതെന്ന് വിചാരിച്ച് ഞാനും അനങ്ങാതെയൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. പക്ഷേ ഇനി നമുക്കിനി ആ ഒരു സ്നേഹം നമുക്കൊരിക്കലും അങ്ങോട്ട് തോന്നത്തില്ല. നമുക്കത് മനസ്സിലായതിന് ശേഷം പിന്നീട് ആരെയും അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഡിസംബർ 18-നുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അങ്ങനെ ഞാൻ വൈകുന്നേരമൊക്കെ ആയിട്ടോ കഥ പറഞ്ഞ് അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ പോയി. അതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ മൂന്നാംകുറ്റി വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പച്ചക്കറി, മീൻ, പാല്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ പൊരിപ്പ് സാധനം 1-2 മേടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നു. കൈ നല്ല പാടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. പിന്നീട് സാധനങ്ങളെല്ലാം പറക്കിയൊക്കെ വെക്കുക കേട്ടോ. പാലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം പാലൊക്കെ എടുത്ത് വെക്കും. ഇത് പിന്നെ പാറ്റ ഭയങ്കര ശല്യമാണ്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് കുഞ്ഞൻ പറയുന്നുണ്ട് സാധനം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നാണ് മേടിക്കാൻ പറ്റിയത്. മേടിച്ചു. ബ്രെഡും പാലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചേട്ടോ. പിന്നെ മീനൊക്കെ എടുത്തപ്പോഴേ കൊണ്ടുവന്ന് ഞാൻ കഴുകി വെക്കാമെന്നുള്ള രീതിയിലാണ് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചു. പാല് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ അപ്പോഴേ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ പൊടി പോലും ഇല്ലായിരുന്നു കേട്ടോ, തീർന്നിട്ടുണ്ടായിരുന്നു. കടയിൽ പോയാൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അങ്ങ് വിട്ടുപോയിട്ട് സാധനങ്ങൾ ഞാൻ ഒരുമിച്ച് പോയി മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞൻ പറഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സാധനം മേടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ കുക്കിംഗ് പരിപാടിയൊന്നും നടക്കത്തില്ല. പിന്നെ വന്ന ഉടനെ വെള്ളം കുടിച്ച് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമായിരുന്നു എനിക്ക്.
അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടേക്ക് പറക്കൊതുക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞൻ വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർ നോക്കുമായിരുന്നു. നമ്മൾ സ്റ്റാറൊന്നും ഇട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുഞ്ഞനെ എനിക്ക് വിളിച്ച് കാണിച്ച് തരുമായിരുന്നു. അപ്പുറത്തെ വീട്ടിലിട്ടേക്കും കേട്ടോ. നല്ല ബൾബ് ഇങ്ങനെ കത്തുന്ന രീതിയിൽ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കുഞ്ഞൻ വന്നു. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നീട് വന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ട്, ചായയല്ല കേട്ടോ, കോഫിയാണെന്ന്, കോഫി ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് കുഞ്ഞൻ പറഞ്ഞില്ല, പറയാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ എൻ്റെ തുടങ്ങി കോഫിയുടെ മണമൊക്കെ വരുന്നല്ലോ എന്ന് പറഞ്ഞോളോ നിൽക്കായിരുന്നു. പിന്നെ ഏത്തയ്ക്കാപ്പവും പിന്നെ പരിപ്പോടെയായിരുന്നു മേടിച്ചത്. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കേട്ടോ. ഉഴുന്നവട ഇഷ്ടമാണ്. ചിലയിടത്ത് ഉഴുന്നവട എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ പോറ്റി ഹോട്ടലൊക്കെ ഇല്ലേ, വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മസാല ദോശയുടെ കൂടെ കഴിക്കുന്ന ഉള്ളിവടയല്ല ഉഴുന്നവട ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ രാത്രിയിൽ മാഗി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാലൻസ് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പാക്കറ്റല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്കിയിട്ട് പിന്നീട് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടിനും കൂടെ പോരല്ലോ, അതുകൊണ്ട് പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗിക്കുള്ളത് വെള്ളത്തിലാക്കി അടുപ്പത്താക്കി അതൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടിട്ട് പിന്നെ മുട്ട ഓംപ്ലേറ്റിനും കൂടെയൊക്കെ എടുത്തു. ബ്രെഡ് ഓംപ്ലേറ്റ് ആട്ടോ. അങ്ങനെ പിന്നെ മുട്ടയൊക്കെ ആക്കിയെടുത്തു. പിന്നെ ബ്രെഡും കൂടെ അതിനകത്തിട്ട് ആക്കിയെടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെന്ത് ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നും പറഞ്ഞൊന്നും തരുന്നില്ല. അങ്ങനെ പിന്നെ അതും കൂടെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുട്ട അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു കേട്ടോ, കീറിപ്പോയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാൻ പോയപ്പോഴത്തേക്കാണ് അവിടെ മറ്റേ പിള്ളേരൊക്കെ വന്നു, ക്രിസ്മസ് അപ്പൂപ്പരൊക്കെ ആയിട്ട്. അങ്ങനെ വീട്ടിൽ കയറിയില്ല കേട്ടോ. അവരങ്ങ് അപ്പുറത്ത് പോയി, കതവ് തുറന്നിട്ടില്ലായിരുന്നല്ലോ, കുഞ്ഞിനിറങ്ങി പോകാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി പറക്കിയൊക്കെ എടുക്കുകയാണ്. പിന്നെ ഹായ് പറയാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാട്ടോ, ഞാൻ ഇങ്ങനെ കുറേശ്ശെയായിട്ട് പറയുന്നുണ്ട്. എല്ലാവരുടെയൊക്കെ പേരും എല്ലാ വീഡിയോസിനകത്തൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് പതിയെ എല്ലാ വീഡിയോക്കകത്തും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറിയൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ പിന്നെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെല്ലാം എടുത്ത് വെച്ച്, മുട്ടയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തുള്ള കാണാനും ടാറ്റാ ബൈ ബൈ, സീ യു.